എന്താ ഈ ചാക്ക് വെച്ച് മറിച്ചിരിക്കുന്നത്? വാഴക്കൊലയാവും അല്ലേ? ആഹാ കൊള്ളാലോ. എന്റെ മോള് കുടിക്കൂടോ? ഇല്ല സാർ, ഞാൻ വല്ലപ്പോഴും. അപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല കീറല്ലേ? അങ്ങനെയല്ല സാർ, ഒറ്റക്ക പുറത്തു പോയി കുടിക്കുന്ന മോക്ക് ഇഷ്ടമല്ല. അപ്പം വേണമെങ്കിൽ വീട്ടിലിരുന്ന് വല്ലപ്പോഴും കഴിച്ചു. ഇവിടെ എത്ര മുറിയുണ്ട്? ഒന്നോ? പൊന്നിക്ക് മാത്രമേ മുറിയുള്ളൂ, ഞാൻ അപ്പുറത്താ കിടക്കുന്നത്. ഈ സംഭവ സമയത്ത് താൻ എവിടുന്നാ വന്നെന്ന് പറഞ്ഞു? പുറത്ത്. ആ തൊഴുത്തിന്റെ അവിടുന്നോ? മെയിൻ ഡോർ അല്ലാതെ ഇതിലേ കൂടി ഒരാൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകല്ലേ? ആ, അപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് നേരെ ഇതുവഴി അകത്ത് വരാനും പറ്റും. അശോക, ഈ ലക്ഷ്മണന്റെ ID കാർഡിന്റെ കോപ്പി ഒന്ന് മേടിച്ചു വെച്ചേ. ഒറിജിനൽ വേണ്ട, കോപ്പി മതി. ഇതല്ല, ഇതാ പാൽ സൊസൈറ്റിയുടെ കാർഡല്ലേ. നിങ്ങൾക്ക് വേറെ ഇലക്ഷൻ ID കാർഡില്ലേ? എനിക്കതില്ല സാർ. അതെന്താ ഇല്ലാത്ത? നിങ്ങൾ വോട്ട് ചെയ്യാറില്ലേ? ബെസ്റ്റ്. അപ്പൊ ആധാറോ? എടുക്കണമെന്ന് മെമ്പർ പറഞ്ഞായിരുന്നു. മോൾക്കുണ്ട്. എന്നാ അതിന്റെ കോപ്പി മേടിക്കും. അതെന്താ അവിടെ? ഇതാരുടെ അരിപ്പ? തൻ്റെ അല്ല, ഇതാരുടെ? മാരിയുടെ. ആരെയും മാരി? പുറത്ത് അവിടെ ഉള്ള പയ്യൻ എന്നെ സഹായിക്കാനൊക്കെ ഉള്ളതാ. തമിഴ്നാട്ടുകാരനാ. അവൻ്റെ ചെരുപ്പ് എന്താ പൊന്നിയുടെ മുറിയിൽ? ഇത്രയും തല്ലുകൊണ്ടിട്ട് അവരൊന്നും പറയുന്നില്ല മാഡം. എന്നൊക്കെ ചവിട്ട് കൂട്ടണം, കിടന്ന് മുങ്ങുന്നുണ്ടില്ലേ? 6-7 കൊല്ലം കൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് സാറാ പയ്യൻ. അവനങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. എടോ, ഈ ഭാര്യയുടെ അവിഹിതം ഭർത്താവും മക്കളുടെ പ്രണയവും അച്ഛനും അറിയുന്നത് ഏറ്റവും അവസാനമാണ്. താൻ സമാധാനമായിട്ടിരിക്കേ. ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് റോസിന് നല്ല പഴക്കമാണ്. പെൺപിള്ളേരെ ഉപദ്രവിക്കുന്നവരുടെ ഇടപാട് ഞാൻ തീർക്കും. മര്യാദക്ക് പറഞ്ഞു. എന്തിനാടാ മുറി പോയത്? നിന്റെ ചെരുപ്പ് എങ്ങനെയാടാ അവിടെ വന്നത്? പറയടാ മോനെ, പറയടാ. பழைய செருப்பு ஒன்று கிழிஞ்சு போச்சு, ஒன்று மட்டும்தான் இருக்கு. அது அங்கே எப்படி வந்தது எனக்கு தெரியாது സർ. മാരിയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്, പിന്നെ 2 ബാഗും കൂടെ. ഇതിൽ വാട്സപ്പ് ഒന്നുമില്ല, ഓൾഡ് ഫോണാ. ലക്ഷ്മണ, മോളുടെ നമ്പർ എന്ന് പറഞ്ഞേ. 80-45-45-75-75-8. നിന്നെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ഫോണല്ലേ? നിന്റെ ഫോണിൽ നിന്ന് പൊന്നിയുടെ നമ്പർ ഞാനൊന്ന് ഡയൽ ചെയ്യണേ. ഈ നമ്പർ നിന്റെ ഫോണിൽ നീ എങ്ങനെയാ സേവ് വെച്ചിരിക്കുന്നതെന്ന് പറയാമോ? പറയടാ. பாண்டி மோனே, இதுக்கு அவ்வளவு யாரு வந்தா? என் தப்பு தான் சார், என் தப்பு தான். பொண்ணு எனக்கு அவ்வளோ பிடிக்கும், லவ் பண்ணணும்னு ஆசை இருக்கு. ஆனால் நான் அவன்கிட்ட தூரமே சொல்லலை. என் ஃபோன்லேயும் என் நெஞ்சிலையும் மட்டும்தான் இருக்கு சார். എന്താടാ നീ അവളോട് சொல்லாത്തது? எனக்கு சாப்பாடு போட்டது லக்ஷ்மணன். நான் அவரை ஏமாத்தலை சார், நான் இந்த தப்பு பண்ணலை சார். സാറേ, ഇങ്ങനെ ചോദിച്ചൊന്നും പറയും തോന്നില്ല. പഠിച്ച കള്ളനം. സർ, അശോകൻ സാർ വിളിക്കുന്നു. ഹലോ. അശോക. സാറേ,
ആ പാൽ സൊസൈറ്റിയുടെ ഓപ്പോസിറ്റുള്ള ടൈല് കടയിലെ CCTV ഫുട്ടേജ് പരിശോധിച്ചു. ഈ കൊച്ചു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്ത് മുഴുവനും മാരി എന്ന് പറയുന്ന ഈ പയ്യൻ സൊസൈറ്റിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ദിനീഷേ, സാർ പിന്നെ വിട്ടേക്ക്. ഒന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, എന്തേലും മേടിച്ചു കൊടുത്തത്. ആടാ നല്ല വട്ടം ബിരിയാണി വാങ്ങിത്തരാം. വെക്കോടാ. സത്യം എന്ത് തപ്പ് പണ്ടല്ല. എനിക്കറിയാം. നമസ്കാരം. ചായ മാത്രമേ ഉള്ളൂ സാർ? ഒരു വാടാ അവിടെ എനിക്കൊന്നും എടുത്തോ. സാറിനോട് വട കൊടു. എന്നാ എനിക്ക് കൊടുത്തു. അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് എന്താ ഈ വഴിക്ക്? അല്ല, വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്മണന്റെ മോളുടെ ഒരു ആത്മഹത്യാ ശ്രമമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനൂപിനെയും കൂടി ഒന്ന് ചോദ്യം ചെയ്താൽ നന്നായിരിക്കും എന്നൊന്ന് പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ആരുടെ അനൂപ്? സാറേ, ഈ ഉണ്ണിത്താ സാറിൻ്റെ മോനാ. അവന് ഈ ലക്ഷ്മണനുമായിട്ട് വലിയ അടുപ്പത്തില്ല. ഈ അടുപ്പക്കാരനായോണ്ടാണ് ഞാനന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഈ അനൂപ് ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണന്റെ വീട്ടിലേക്ക് ഒരു പോക്കൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല, പെണ്ണവനൊരു വീക്ക്നെസ്സും കൂടിയാണ് സാറേ. സത്യം. അതെങ്ങനെ തനിക്കറിയാം? സാറേ, തൻസി എന്നും പറഞ്ഞൊരു മുസ്ലിം പെണ്ണ് ഇവിടെ ഒരുത്തനെ കെട്ടി ഉപേക്ഷിച്ചിട്ട് വന്ന് താമസിക്കുന്നുണ്ട്. അവളുടെ ഒരു റൂം മാത്രമേ ഉള്ളൂ. അവളെ കൊണ്ടുവന്ന് അമ്പലത്തിൽ ഡാൻസ് കളിപ്പിക്കണമെന്നും പറഞ്ഞു ഇവൻ ഭയങ്കര ബഹളമായിരുന്നു. അതുപോലെ വേറെ പല പെണ്ണുങ്ങളുമായിട്ട് അവൻ ഇടപാടുണ്ട്. എനിക്കറിയാം. ഓ, അപ്പൊ അമ്പലത്തിലെ തർക്കം വെച്ച് താൻ വൈരാഗ്യം തീർക്കാണല്ലേ? അങ്ങനൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി സാറിന് ഇഷ്ടം അന്വേഷിച്ച നന്നായിരിക്കും. താൻ പോ. എങ്ങനെ അന്വേഷിക്കണമെന്നൊക്കെ എനിക്കറിയാം. ഓ, പോകുന്ന വഴിക്ക് വടയുടെ പൈസ കൊടുത്തേക്കണേ. എന്തോ? വടയുടെ പൈസ കൊടുത്തേക്കണമെന്ന്. ഓ, ചായ ഐഡി ആയിക്കോട്ടെ. ഈ അനുപാട് എങ്ങനെയാണോ? ഇവിടുത്തെ പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. പിന്നെ ചില്ലറ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. കൈതമുള്ളിൻ്റെ സ്വഭാവം സാറേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാൻ പറ്റില്ല. ബിനീഷേ, ആ ലക്ഷ്മണന്റെ മകൾ പൊന്നിയുടെ ഇൻറ്റിമേറ്റ് സർക്കിളുള്ള ആരൊക്കെയാണെന്ന് അന്വേഷിക്കണം. അവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇന്ന് തന്നെ പോകണം. ഐ മീൻ ഇപ്പം തന്നെ. ശരി സാർ. പറഞ്ഞു. സാറേ, ഇവിടെ 2 കടയിലാണ് ഫോൺ റീചാർജ് ഉള്ളത്. ഞങ്ങളുടെ 2 അടുത്തും ഈ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാൻ ആ പെൺകുട്ടി വന്നിട്ടില്ല സാർ. ആ കൊച്ച് മരിക്കാൻ നോക്കിയതിൻ്റെ തലേദിവസവും ഇവിടെ പാലിന് പാത്രം എടുക്കാൻ വന്ന് ഒരു സർവത്ത് കുടിച്ച് സന്തോഷമായിട്ടാണ് പോയത്. പക്ഷേ ബസ്സിൽ വെച്ച് അങ്ങനെ വേറെ ആമ്പിള്ളേരുമായി സംശയം തോന്നത്തക്ക രീതിയിലൊന്നും കണ്ടിട്ടില്ല സാർ. വീട്ടിലുണ്ടാക്കുന്ന ഇടയ്ക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് പൊന്നി തൂങ്ങി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഞാൻ അവളുടെ ടീച്ചറാണ്. അങ്ങനെ ഒരു അഫയർ അവൾക്കുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. അവക്ക് വാട്സപ്പ് ഉള്ളതായിട്ട് എനിക്കിതുവരെ അറിയില്ല. ലക്ഷ്മണ, ആർക്കും ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളതായിട്ട് പോലും അറിയില്ല. എന്താണോ അങ്ങനെ? അതിനൊരു കാരണമുണ്ട് സാറേ. ആ ഫോണ് അവൾക്ക് ഞാൻ ചിട്ടി പിടിച്ച് മേടിച്ചു കൊടുത്തതാ. അത് കളഞ്ഞു പോയാലൊന്ന് പേടിച്ച് അവള് അത് കോളേജിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. അതുകൊള്ളാം. ചുരുക്കി പറഞ്ഞാൽ ആ വീഡിയോ കണ്ടത് ഈ ലോകത്ത് താൻ മാത്രമാണ്. എൻ്റെ പൊന്നു ലക്ഷ്മണ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ? അതോ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായ ഷോക്ക് കണ്ട് തനിക്ക് വെറുതെ തോന്നിയതാണോ? അല്ല സാർ, സർ, സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് വിളിച്ചൂടെ? കണക്ട് ചെയ്യാൻ പറ. സർ, സാറ് പറഞ്ഞത് കറക്റ്റാണ്. തിങ്കളാഴ്ച രാവിലെ 9:10 വരെ ആ മൊബൈലിൽ വാട്സപ്പ് ആക്റ്റീവ് ആയിരുന്നു. 9:11 മുതൽ ആ മൊബൈലിൽ നിന്ന് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് 6 മിനിറ്റ് മുൻപ് 1 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ളൊരു വീഡിയോ ആ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട്. അത് റിക്കവർ ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടെ വേണം സാർ. ഏത് ലക്ഷ്മണ ഒന്ന് പുറത്തേക്ക്. ദിനേശ, ഏത് നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്? 8547324555. ഈ സിം ഹോൾഡറുടെ പേരെന്താണ്? കൃഷ്ണപ്രിയ. ഒരു പെണ്ണാണോ സിം ഹോൾഡർ? അതെ സാർ. ഓക്കെ, ലെറ്റ് മീ കോൾ. ഓക്കെ.
ദിനേശേ, സെയിം ഹോൾഡറുടെ ഐ മീൻ ആ കൃഷ്ണപ്രിയയുടെ ഐഡിയയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാമോ? നോക്കാം സർ. ഐ നീഡ് ലിറ്റിൽ മോർ ടൈം. അവിടെ ആരുമില്ല. എന്താ വേണ്ടേ? ഒന്നുമില്ല രമേശി, ഞാൻ ലക്ഷ്മണേട്ടനെ അന്വേഷിച്ചു വന്നാ. ദിനേശേ, സാർ, ആ കൃഷ്ണപ്രിയയുടെ പേരിൽ ഒരു സെക്കൻഡ് നോട്ട് ചെയ്യട്ടെ. 790121. ഓക്കെ, താങ്ക് യു. ഹലോ, ഇത് കൃഷ്ണപ്രിയയുടെ നമ്പറല്ലേ? അതെ, ആരാണ്? ഞാൻ പൊന്നംകുളം CI ജയചന്ദ്രൻ നായരാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടല്ലോ. നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ജോലി സ്ഥലത്താണ്, താണിപ്പാറയിൽ. എന്ത് പറ്റി സാർ? അത് നേരിൽ കാണുമ്പോൾ പറയാം. അശോക, വണ്ടി എടുക്കാൻ പറ. അപ്പുറത്തൊരു പെണ്ണ. റോസിനെവിടെ? സാർ, മാം 498ന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വെള്ളപ്പാറയിലേക്ക് പോയതാ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, കാവേരി കൂടെ വാ. ശരി സാർ. ഇല്ല, വർക്ക് കഴിഞ്ഞ് ചാർജ് ചെയ്യാൻ വരുമ്പോൾ 1 മണിക്കൂറെങ്കിലും എടുക്കും. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ. എടാ, എമ്മമാർക്ക് നമ്മുടെ പേഴ്സണൽ നമ്പർ എവിടെ നിന്ന് കിട്ടുന്ന? അല്ലേ ഒന്ന് സ്പീഡാക്കിയാ. ആരായി കൃഷ്ണപ്രിയ? എന്താ സാർ പ്രശ്നം? എന്തിനാ കാണുന്നത്? ഒന്നുമില്ല സാറേ. സാറിന്റെ പണി നോക്ക്. എന്താ സാർ? നിങ്ങളാണോ കൃഷ്ണപ്രിയ? അതെ. ഒരു മൊബൈൽ നമ്പറിൻ്റെ കാര്യം അറിയാനായിരുന്നു. 8547324555. ഈ നമ്പർ നിങ്ങളുടെ അല്ലേ? എൻ്റെ അല്ല, എൻ്റെ മോൻ്റെയാണ്, നവീൻ്റെ. ചെറുക്കനിപ്പോൾ ഏത് ക്ലാസ്സിലാ? അവനിപ്പോൾ BTech കഴിഞ്ഞ് നിൽക്കുക. എന്താ സാർ? അവനിപ്പോൾ എവിടെയുണ്ട്? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ചോദിച്ചത്. പറയൂ മാഡം. അവൻ 2 ദിവസം മുമ്പ് ഒരു ടൂറിന് പോയതാ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എവിടെ? അതൊന്നും അവൻ വീട്ടിൽ പറയാറില്ല. അതായത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ 2-ാം തീയതി മുതൽ അവൻ സ്ഥലത്തില്ല. കറക്റ്റ് അല്ലേ? അതെ. അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അവന് പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അയ്യോ, എന്താ പറ്റി സാർ? അപ്പോഴേ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ചു കാലം ജയിലിലും കോടതിയിലുമായിട്ട് കാത്തു കിടക്കാനായിട്ടുള്ള യോഗം പൊന്നുമോനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നവീൻ്റെ അച്ഛനോട് ഇന്ന് തന്നെ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഹലോ. സാറേ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഇല്ല, ബോധം വന്നില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ആ കൊച്ചു അബോധാവസ്ഥയിലാണെങ്കിൽ പിന്നെ എന്തിനാ പെട്ടെന്ന് അവർ വിളിച്ചേ? അല്ല സാറേ, ആ അനൂപ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. ഏത്, നമ്മുടെ സൊസൈറ്റി? ഓഹോ, ശരി. എന്തു പറ്റി സാറേ? അല്ല, നമ്മുടെ ആ അനൂപില്ലേ, ആ സൊസൈറ്റി സെക്രട്ടറി, അവനെ 1-2 തവണ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് കണ്ടത്. അതിനെന്താ സാറേ, ആശുപത്രിയിൽ എന്തൊക്കെ ആവശ്യത്തിന് പോവാം? ഒന്നുമില്ല. ഹലോ, ഇത് ജയചന്ദ്രൻ നായരാ, പൊന്നംകുളം CI. എന്താ സാറേ? അനൂപിനെ ഇന്നെനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. അയ്യോ സാറേ, ഞാനിന്ന് അവിടെ ഇല്ല. നാളെ രാവിലെ ഞാൻ വിളത്തുള്ളൂ. ഞാൻ വന്നാ സാറിന് അങ്ങോട്ട് ഒന്നും മതി, പക്ഷെ കാണണം. ആ സാർ, കാണാം.
അനൂപിൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റാണ് സാറെന്ന് അറിയില്ലായിരുന്നു. സാറ് പഠിപ്പിക്കാത്ത ആരാ ഈ നാട്ടിലുള്ളത്? അങ്ങനെ എത്തിയല്ലോ. അനൂപ് നാളെ വരുമെന്ന് പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന, പിന്നെ നാളെ പോകാന്ന് വെച്ചു. എടാ സാറ് നിന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ല. കോളേജിലെ സീനിയറാ. വാ ചോദിക്കട്ടെ. അല്ല ചായ കുടിക്കണില്ലേ? കുടിക്കാമേ, ഇതാ വരുന്നു. സാറിന് എന്താ ശരിക്കും അറിയണ്ടേ? 2 കാര്യങ്ങൾ. രണ്ടിനും കൺവിൻസിംഗ് ആയി ഉത്തരം നീ നൽകിയാൽ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. കൺവിൻസിങ് ആയില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത് സ്റ്റേഷനിലോട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല സാറ് പറയണത്. വശപ്പിശകായ സാഹചര്യത്തിൽ നിന്നെ ലക്ഷ്മണൻ്റെ വീടിൻ്റെ പിന്നിലും അയാളുടെ മകൾ കിടക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തും കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. അതിന് രണ്ടിനും ഒരു എക്സ്പ്ലനേഷൻ തന്നാൽ മതി. ഇതാണോ കാര്യം? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയതാണ് ലക്ഷ്മണൻ. പിന്നെ സൊസൈറ്റിയിൽ പാല് കൊടുക്കലും വാങ്ങലൊക്കെ ഞങ്ങൾ കൂടുതലെടുത്തു. പിന്നെ മോൾക്കും ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എന്തായി എവിടം വരെ ആയി എന്ന് അന്വേഷിക്കാൻ ചെന്നതാണ്. ഓ അത് ശരി. എന്താ മോനെ? ഒന്നുമില്ല. നിങ്ങൾ ഗ്ലാസ്മേറ്റ് ആണല്ലേ? അതും അയാളുടെ വീട്ടിൽ വെച്ച്? ഗ്ലാസ്മേറ്റ് വീട്ടിൽ കൊണ്ടുപോയി അടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. 1-2 തവണ. അല്ല ഇതൊക്കെ സാറിനോട് ആരാ പറയണ? കഷ്ടകാലത്തിന് പോലീസിലായി പോയില്ലേ അനിയാ ജോലി? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരിചയക്കാരായതുകൊണ്ട് പോയതാണ്. ശരി, ഞാൻ വിശ്വസിച്ചേക്കാം. പക്ഷേ നീ എന്തിനാ താലൂക്ക് ആശുപത്രിയിൽ പോയത്? അതും ലക്ഷ്മണനെ കാണാനായിരുന്നോ? അത് ഞാൻ അവളെ കാണാൻ പോയതാ. ആരെ? ലക്ഷ്മണുമായിട്ടുള്ള അടുപ്പം ശരി, പക്ഷെ അയാളുടെ മോളുമായിട്ട് അതേ അടുപ്പം ഉണ്ടായിരുന്നു. ഇത് പൊന്നിയായിട്ട് ഇതല്ല, വേറൊരു പെൺകുട്ടി. അവിടെ തന്നെ നേഴ്സാണ്, താലൂക്ക് ആശുപത്രിയിൽ. എന്താ അവളുടെ പേര്? തൻസി. അപ്പോൾ അവളെ കാണാൻ പോയതാ? ആയിക്കോട്ടെ, നാളെ ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കും. ഞാനെന്തായാലും വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോ പോലീസുകാരും കല്യാണ കേസുകളൊക്കെ അന്വേഷിച്ചു തുടങ്ങിയ ജോലിയുടെ ഭാഗമാണ്. നടക്കട്ടെ. പിന്നെ നിന്റെ കഥകളൊക്കെ എനിക്കറിയാം. BSc നഴ്സിംഗ് റാങ്കോടെ പാസ്സായി കാനഡയിൽ പോകാൻ കൊതിയോടെ നിൽക്കുമ്പോഴാണ് 1-2-3 അടിപൊളി കേസുകളൊക്കെ പോയി പെട്ട് ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പറ്റാതെ നിൽക്കുകയെന്ന് അമ്മ പറഞ്ഞു. ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. JP. ഹലോ സാറവിടെ? ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. കള്ളൂടിയാണെങ്കിൽ ഇന്ന് വയ്യ. അതിനല്ലെന്നേ. എന്നാൽ ഞാനൊരു അരമണിക്കൂറിനകത്താം. ശരി അനൂപേ, പോട്ടെ അമ്മ. ശരി. എന്തുട്ടാ പ്രശ്നം? എന്ത് പ്രശ്നം? അമ്മ തന്നെ എല്ലാവരോടും ഈ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ പറയാണ്ട്. ലക്ഷ്മണേട്ടാ, പൊന്നിക്ക് എങ്ങനെയുണ്ട്? ബോധം വന്നിട്ടില്ല. എല്ലാം ശരിയാവും. വല്ലതും കഴിച്ചാ? വേണ്ട, ഞാനിപ്പോൾ ആശുപത്രിയിലേക്ക് തന്നെ പോകും. എന്തായാലും തരട്ടെ? വേണ്ട, ഞാൻ പോകും. ശരി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? JPയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോലെ ശ്രദ്ധിക്കുക. എന്താ ഇത്ര ടെൻഷൻ? ഒന്നുമില്ലടി. മണി 11 ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് ഓഫാക്കി വെച്ചൂടെ? താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടറാ. ഡോക്ടറെ. സാർ, എനിക്ക് സാറിനോട് ആ പെൺകുട്ടിയുടെ കേസിനെ പറ്റി കുറച്ച് ലീഡ് ഷെയർ ചെയ്യണ്ടായിരുന്നു. ഒന്ന് കാണണമായിരുന്നല്ലോ. ഞാനിപ്പോൾ വരാം, ഒരു അരമണിക്കൂർ. അയ്യോ, ഇന്ന് വേണ്ട, ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. നാളെ രാവിലെ റൗണ്ട്സിന്റെ മുന്നിൽ നിന്ന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ.
ഞാൻ മോർണിംഗ് 8:30 എത്താം. ആ ഹലോ. ആ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആ അങ്ങോട്ട് വരാം. അത് ഈ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു ചിന്ത ചില ഡോക്ടേഴ്സിനുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ സാർ ഇത് സീരിയസ് ആയി പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് കുട്ടീനെ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആൻഡ് ഡീപ്പ് എക്സാമിൻ ചെയ്തു. എനിക്ക് 3 പോയിന്റുകളാണ് പറയാനുള്ളത്. പറയൂ. നമ്പർ 1, ഷീ ഈസ് നോട്ട് എ വെർജിൻ. ഓ, അതൊരു തെറ്റാണെന്നൊന്നുമല്ല. ഒരു പക്ഷേ ഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്സ് ആണെങ്കിൽ കാര്യം മാറിയില്ലേ? യു മീൻ റേപ്പ്? ഉറപ്പൊന്നുമില്ല. നമ്പർ 2, കുട്ടിയുടെ ഇടത് തൊടയിൽ ഒരു മൈൽഡ് ചതവ് കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. അവളുടെ കഴുത്തിൽ ബലമായി ആരോ ഞെക്കി പിടിച്ചിട്ടുണ്ട്. അതിലിപ്പോ കയറ് മുറുകിയതിന്റെ ശതം എത്ര, കൈ ഞെക്കി പിടിച്ചതിന്റെ ശതം എത്രയാണെന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. യു മീൻ ആരോ അവളെ കൊല്ലാനായി കഴുത്തിന് കുത്തിപ്പിടിച്ചു, മരിച്ചെന്ന് കരുതി കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. ഇസ് ഇറ്റ്? ആയിക്കോടുന്നില്ല. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. കുട്ടിയുടെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നിങ്ങളുടെ ക്ലീനിങ്ങിൽ കഴിഞ്ഞു കാണും. എങ്കിലും വിരലടയാളം എടുക്കാനുള്ളൊരു പോസിബിലിറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് ട്രേസസ് വിൽ ബി ദേർ. യു പീപ്പിൾ ക്യാൻ ചെക്ക് ഇറ്റ്. പിന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ ഞാൻ അങ്ങോട്ട്. ആ സാറേ, SP വിളിച്ചിരുന്നു. കുറച്ച് ചൂടില്ല. മറ്റേ കേസിൽ നമ്മൾ ഉഴപ്പുന്നു എന്നാണ് അവർ പറയുന്നത്. ആദ്യം ഈ കേസൊന്ന് തീരുമാനം ആവട്ടെ ശോഭ. ശരി. അതെ സാറേ, ഈ ലക്ഷ്മണന് സ്വയം തരുന്നില്ല ഏട്ടാ. സാറെപ്പോ വരും എന്ന് ചോദിച്ചിട്ട്. ഏതായാലും ഇത്ര നേരം ആയില്ലേ, ഞാൻ വന്നിട്ട് പോകാന്ന് പറ. ആ ശരി സാർ. കിട്ടിയോ? ബാ അവിടെ ചെന്നിരിക്കും. സാറെ പോയി വരൂടോ. ഇരിക്കും. സർ. എങ്ങോട്ടാ? സർ, ആ പോക്സോന്റെ ഒരു വിക്നസ് ഉണ്ട്, അയാളൊന്ന് കണ്ടിട്ട് വരാം. പോകുന്ന വഴി റേഞ്ച് ഓഫീസർ ഒന്ന് കയറിയിട്ടെ ആ റെയ്ഡിന്റെ കൺസെന്റ് എന്തായെന്ന് ചോദിച്ചാലേ. ശരി സർ. ആ ലക്ഷ്മണ, ഊണ് കഴിച്ചായിരുന്നോ? ഇല്ല സർ. നേരെ എത്ര ആയല്ലോ. അശോക, ഇയാൾക്ക് ആഹാരം ഒന്നും കൊടുക്കാത്തത്? അത് സാറേ, അത് പിന്നെ സാറേ പാർസൽ വല്ലതും മേടിക്കണം. ഒരു കാര്യം ചെയ്യും, നമ്മൾ വരുന്ന വഴി കഴിച്ചാലേ. എനിക്ക് വന്ന പൊതിയില്ലേ, അത് ലക്ഷ്മണൻ കൊടുക്കേ. ഊണ് കഴിച്ചിട്ട് പോവാം. ലക്ഷ്മണ, ഊണ് കഴിച്ചായിരുന്നോ?
ലക്ഷ്മണ, നീ ഇനി സമാധാനമായിട്ട് പറ, നിന്റെ മോളെ നീ എന്തിനാ കൊല്ലാൻ നോക്കിയത്? എന്താ? തെളിവുകളോടെയാണ് എൻ്റെ ചോദ്യം. നീ നിന്റെ മോളെ എന്തിനാ കൊല്ലാൻ നോക്കിയെന്ന്? പറ ലക്ഷ്മണ. സാർ എന്തൊക്കെയാ പറയുന്നത്? സാർ, ഇതിൽ സംഭവിച്ചതൊന്നും നീ എഴുതാതെ വിട്ടിരിക്കുന്നു. ഇത് കൃത്യമായി നീ ഒന്ന് പൂരിപ്പിക്കണം. ഐ മീൻ, അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ കൃത്യമായി നീ ഇതിൽ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ എല്ലാം വെടുപ്പായിട്ട് എന്നോട് പറയാം. സാറേ, അവളെൻ്റെ ജീവനാ. ആ കുട്ടിയുടെ കഴുത്തിൽ ആരോ ശക്തിയായി ഞെരിച്ചിരിക്കുന്നു എന്ന ഡോക്ടറുടെ റിപ്പോർട്ടായത്. ആ പതിഞ്ഞിരിക്കുന്ന കൈപ്പത്തി നിന്റേതാണെന്ന് ഉറപ്പിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഇതാ. ഇനി പറ ലക്ഷ്മണ, എന്താണ് സംഭവിച്ചത്? അന്ന് രാവിലെ 9 മണിയോടുകൂടി പൊന്നി കുളിക്കാൻ കയറി. എനിക്ക് മൃഗാശുപത്രിയിലേക്കൊന്ന് വിളിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്. നിന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് നീ പൊന്നിയുടെ ഫോൺ എടുത്ത് വിളിച്ചു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്സപ്പിലേക്കൊരു വീഡിയോ വന്നു. അത് കണ്ട് നീ ഞെട്ടി, നിന്റെ മോളും ഞെട്ടി. ഈ കഥ നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ? അന്ന് പറഞ്ഞതിൽ വിട്ടുപോയത് എന്തെങ്കിലും, അല്ലെങ്കിൽ പറയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ലാസ്റ്റ് ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലക്ഷ്മണ? പറയണം. അന്ന് പറയാത്ത ചില കാര്യങ്ങളുണ്ട് സാറേ. ആദ്യം പറഞ്ഞപ്പോൾ ഈ അടി സീക്വൻസ് ഇല്ലായിരുന്നല്ലോ ലക്ഷ്മണ. പേടിച്ചിട്ടാ. ഞാൻ അടിച്ചതിൻ്റെ വിഷമം കൊണ്ടാണോ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് നിങ്ങൾ സംശയിച്ചാലോ എന്ന് കരുതിയിട്ടാ. യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ സാറേ. നീ ആ ഫോണിൽ തന്നെ നീ പറഞ്ഞത് 95% ശരിയാണ്, 5% കളവാണ്. സാറേ, ഞാൻ എന്ത് കളവാ പറഞ്ഞത്? നീ ആ വീഡിയോ കണ്ടു, നീ കണ്ടെന്ന് അവളും കണ്ടു. ആ ദേഷ്യത്തിന് നീ അവളുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു. അല്പസമയത്തിന് ശേഷം നീ കൈവിട്ടു, അവൾ താഴെ വീണു. അതുവരെ കറക്റ്റാണ്. വീണ് കിടന്നിട്ട് അവൾ ചുമച്ചു എന്ന് പറഞ്ഞത് കള്ളം. അല്ല സാറേ, അവൾ ചുമച്ചില്ല ലക്ഷ്മണ, അവൾ അനങ്ങിയില്ല, അഥവാ അനക്കമില്ല. അവൾ മരിച്ചുപോയെന്ന് കരുതി നീ ടെൻഷനായി, ശരിയല്ലേ? പെട്ടെന്ന് അവളെ കെട്ടിത്തൂക്കുകയല്ലാതെ നിന്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. നീ അവളെ കെട്ടിത്തൂക്കി തൊഴുത്തിലേക്ക് പോയി. ആയുസിൻ്റെ വലിപ്പം കൊണ്ട് അപ്പോൾ വീട്ടിലേക്ക് വന്ന അയൽക്കാരി രമ അത് കണ്ടു. അവരലറി വിളിച്ച് ആളെ കൂട്ടി. ഇതല്ലേ സത്യം? അല്ല സാറേ, മുത്തപ്പനാണേയല്ല. അത് കഴിഞ്ഞ് അവള് എൻ്റെ കാല് വട്ടം പിടിച്ചു. അത് കഴിഞ്ഞാ ഞാൻ പുറത്തേക്ക് പോയത്. ഞാനല്ല സാറേ. എന്നാൽ പിന്നെ പോലീസിൻ്റെ മുന്നിലുള്ളത് ഒരേ ഒരു സാധ്യതയാണ്. സാഹചര്യ തെളിവുകളും അതിനാണ് ബലം നൽകുന്നത്. അത്യാവശ്യം നല്ല മദ്യപാനിയാണ് ലക്ഷ്മണനെന്ന് അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇല്ല സാർ, ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ. സാറ് പറയട്ടാ. മദ്യലഹരിയുടെ അബോധത്തിൽ മകളെ ബലാത്കാരമായി പ്രാപിച്ച ലക്ഷ്മണൻ അത് പിന്നീടുള്ള ദിവസങ്ങളിലും തുടരാൻ ശ്രമിച്ചപ്പോൾ അവൾ എതിർത്തു. താനിത് ലോകത്തോട് വിളിച്ചു പറയൂന്ന് അവൾ പറഞ്ഞു. പിന്നെ അവളെ കെട്ടിത്തൂക്കി കൊല്ലുകയല്ലാതെ
ചെയ്തല്ലേ അവൻ ചത്തു. ലക്ഷ്മണ, സ്വന്തം മോളെ കൊല്ലാൻ നോക്കിയിട്ട് നീ തന്നെ പരാതിയുമായിട്ട് വന്നാൽ രക്ഷപ്പെടാമെന്ന് കരുതിയോ? ആ കൊച്ചിന് ഉടനൊന്നും ബോധം തെളിയില്ല എന്ന് നിനക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ നീ അഭ്യാസം കാണിച്ചത്? എനിക്കും ഒരു പെൺകുട്ടിയാ. ചെയ്ത തെമ്മാടിത്തരത്തിന് നിന്നെ നിയമത്തിന്റെ മുമ്പിൽ സമാധാനം പറയിപ്പിച്ചിട്ടേ ജയചന്ദ്രൻ അടങ്ങൂ. നീ നോക്കിക്കോ. കൊണ്ടുപോയി അങ്ങോട്ട് നടക്കണം. കൈ വയ്ക്കുന്നു. തന്നെ ഞാൻ സമ്മതിച്ചിടോ JP. പ്രിയ എന്നോട് വിളിച്ച് നമ്മളെ മോനൊരു ആദിവാസി പെണ്ണുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്നും എന്തോ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോ ലിറ്റിൽ ഐ വാസ് ഷോക്ക്ഡ്. ഇവളും പേടിച്ചു പോയായിരുന്നു. നന്ദിയോട് കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമായിരുന്നില്ലേ? ഹെൽപ്പ് വേണമെന്ന് ഒരൊറ്റ ഫോൺ കോളാണ് ഞാൻ ചെയ്തത്. താൻ കാര്യങ്ങളൊക്കെ അന്തസ്സായിട്ട് ചെയ്തല്ലോ. ഞാനല്ല, ഇവരിലുണ്ടോ യഥാർത്ഥ ഹീറോസ്. ഇവരില്ലായിരുന്നെങ്കിൽ പണി വെടിപ്പായിട്ട് നടക്കുകയില്ലായിരുന്നു. നവീന്റെ അച്ഛനെ കാണണമെന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞിരുന്നെങ്കിലും നന്ദിയോട്ടെ കൃഷ്ണമേനോൻ സാറിന്റെ ചെറുമകനാണ് അവനെന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ JP ആണ് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞത്. എങ്ങനെ ഈ കേസ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അന്നേരത്തെ ഒരു ഭാഗ്യം പോലെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷേബ വിളിച്ചിട്ട് സാറിനെ കാണണമെന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടി ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. അതിന് ആദിവാസി കോളനിയിലെ ഏതെങ്കിലും പയ്യനെ പ്രതിയാക്കണമെന്നായിരുന്നു എൻ്റെ ഐഡിയ. അപ്പോഴാണ് ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നത് ഈ തൂങ്ങിയ പെണ്ണ് ഉടനൊന്നും എഴുന്നേക്കത്തില്ലെന്നും അവൾ വെർജിനല്ലെന്നും. അതുമാത്രമല്ല, അവളുടെ കഴുത്തിലൊരു കൈയടയാളവുമുണ്ട്. ആ കൈയടയാളം നമ്മുടെ ചെക്കൻ്റെ ആവല്ലേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതെ, പക്ഷെ ഫിംഗർ പ്രിന്റ് വന്നപ്പോ ദൈവം നമുക്ക് ഒരുക്കി വെച്ച പോലെ സ്വന്തം തന്തയുടെ കൈപ്പടം. ചുരുക്കി പറഞ്ഞ ആ ഒരൊറ്റ പകലുണ്ടാ ഞങ്ങൾ കേസ് തലകീഴ് മറിച്ചത്. ആ പെൺകൊച്ചു ഉടനൊന്നും ഉണരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. അഥവാ ഉണർന്ന് അവൾ സത്യം പറഞ്ഞാലും അത് സ്വന്തം തന്തയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് വരുത്തി തീർക്കാം. പക്ഷെ അതുവരെ നവീനെ എവിടെയെങ്കിലും മാറ്റി പ്ലേസ് ചെയ്തിരിക്കണം. അതിന് ഞാൻ അവനെ സേഫായിട്ട് ബാംഗ്ലൂരേക്ക് മാറ്റി. പിന്നെ എന്നെ നേരിട്ട് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് നന്ദിയോട് ഫാമിലിയെ ഈ മാനക്കേടിന് രക്ഷിച്ചു. മൈ പെൻ, മൈ ചെക്ക് ആൻഡ് ഹാപ്പിനെസ്. തുക മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി, അത് എത്രയായാലും. സോറി മിസ്റ്റർ മേനോൻ, നിങ്ങൾ അത്രയും വന്നില്ലെങ്കിലും ഞാനും അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ളൊരു തറവാട്ടിലെയാണ്. ഇവർക്കൊക്കെ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്, എനിക്ക് വേണ്ട. പിന്നെ ഞാൻ എന്തിനകത്ത് ഇടപെട്ടു എന്ന് ചോദിച്ചാൽ, ഒരു മേനോൻ പയ്യൻ ഒരു ആദിവാസി പെൺകുട്ടിയെ കെട്ടണ്ട. ജയൻ സാറേ, ഈ ജാതിക്കാച്ചാറിന്റെ ഒരു പാല. മിസ്റ്റർ നായർ, വീട് എവിടെയാ? കുന്നിക്കോട്. കുന്നിക്കോട്? കുന്നിക്കോട് നമ്മളെ മുൻ MLA പ്രകാശ് നേരെ അറിയോ? എൻ്റെ അമ്മാവന. ആണോ? കേട്ടോ പ്രിയേ, നമ്മളെ പ്രകാശ് നേരെ അനന്തരവനാ. ഈ പോലീസിന്റെ രീതി വെച്ച് ഞാൻ ഇന്നലെ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്ന് മനസ്സിൽ വെക്കട്ടെ കേട്ടോ. ഓ, അത് സാരമില്ല കൊച്ചാട്ടാ. അശോകൻ? ഞാനീഴവനാ. അതല്ല, വീട് എവിടാന്ന്? പെരുമ്പിലാവ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കേ, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശരി അശോക, തനിക്ക് വന്നേ. ഇവിടെ താൻ ആ മേനോൻ്റെ ഒന്നും വല്ലതൊക്കെ വാങ്ങുന്നതുള്ള മൂന്നാമതൊരാൾ അറിയരുത്. സാറിന് സമുദായ സ്നേഹം മാത്രം മതി. ഞാൻ വലിയ പ്രാരാബ്ധക്കാരനാ സാറേ. സൂക്ഷിച്ചാൽ മതി. വാ ഇരിക്കടോ, കഴിക്ക്. ലക്ഷ്മണ, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ? ചായ കൊടുക്കുവായിരുന്നു. പറയാം. SI വിളിച്ച
ഇയാളോട് വന്നിരുന്നു വന്നാൽ ഇൻഫോം ചെയ്യണം കേട്ടോ. ശരി ശരി സാർ. വിളിച്ചിട്ട് കിട്ടണമില്ല. ഇത് എവിടെ പോയി കിടക്കണാവോ? ആ ലക്ഷ്മണേട്ടൻ ജയിലിൽ അടിയുന്ന കേട്ടോ, അതിന്റെ പുറകെ പോയി കാണും. മോളെ നീ സമാധാനപ്പെടാൻ അവൻ വിളിച്ചോളും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ആ മനുഷ്യപ്പറ്റുള്ളവർ അങ്ങനെയാ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടും. മോളെ നീ നോക്കിയ എന്താന്ന്? ലക്ഷ്മണൻ ചേട്ടൻ എന്താ മോളെ? ഉമ്മുമ്മ, ലക്ഷ്മണൻ ചേട്ടൻ. ആ കഥ അങ്ങ് അടച്ചേക്ക, ആരും കാണണ്ട. ലേശം വെള്ളം. തൻസി ഒന്നും അനൂപിനെ വിളിക്കോ? ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക, കിട്ടുന്നില്ലെന്നേ. മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പൊന്നിയാണ് സത്യം. അത് ആരെക്കാട്ടും അനൂപിന് മനസ്സിലാവും. ആ ലക്ഷ്മണനോട് വന്നു. അവനെന്തിനാ ഇവിടെ വരുന്നത്? ദേ ഉമ്മ, അദ്ദേഹം കളിക്കരുത്. ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാ വന്നത്. സഹകരിച്ചില്ലെങ്കിൽ എന്നെ എന്താ തൂക്കിക്കൊല്ലുവോ? ബിനീഷേ, ഉമ്മ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ ഈ പേരക്കുട്ടിയെ ഞങ്ങളും കൊണ്ടുപോകും. പിന്നെ ഏതെങ്കിലും ജാമ്യമില്ല വകുപ്പ് തലയിലങ്ങ് വെച്ച് കൊടുക്കും. 2 ആഴ്ച വിയ്യൂര് ജയിലില് നല്ല തണുത്ത തറയിൽ കിടക്കാം. എന്താ അത് വേണോ? വേണ്ട സാറേ, ഞാൻ അവിടെ ഉണ്ട്. അത് മര്യാദ. ബിനീഷേ. സാറേ, ഞാൻ എൻ്റെ മോളെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആയിരിക്കാം, ചിലപ്പോൾ CIക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഡ്യൂട്ടി ടൈമിൽ ഒരു പ്രതി ചാടിപ്പോയാ അവനെ ഞാൻ പൊക്കിയിരിക്കും ലക്ഷ്മണ. ബാ ഇറങ്ങ.